മുൻ ചീഫ് സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിലാണ് അന്വേഷണം. നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, കിഫ്ബി സിഇഒയുമാണ് ഇദ്ദേഹം. ആരന്വേഷിച്ചാലും കുഴപ്പമില്ലെന്നും ജീവിതം തുറന്ന പുസ്തകമാണെന്നും എബ്രഹാം പ്രതികരിച്ചു. ശിവശങ്കറിന് ശേഷം ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ.എം. എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സിബിഐ അന്വേഷണ തീരുമാനം. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിലായിരുന്നു വാദം പൂർത്തിയായത്. നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കിഫ്ബി സിഇഒ എന്നീ പദവികളിൽ തുടരുകയാണ് കെ.എം. എബ്രഹാം. കൊച്ചി സിബിഐ യൂണിറ്റിനാണ് കേസ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. സംസ്ഥാന വിജിലൻസ് കെ.എം. എബ്രഹാമിനെതിരായ പരാതി അന്വേഷിച്ച് തള്ളിയിരുന്നു. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ ആയിരിക്കെയാണ് അന്വേഷണം നടന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കെ.എം. എബ്രഹാമിന്റെ വീട് അളന്നതും ചോദ്യം ചെയ്തതും വിവാദമായിരുന്നു. IAS-കാർ സമരത്തിലേക്ക് നീങ്ങാൻ കാരണവും ഈ അന്വേഷണമായിരുന്നു. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് 2018 ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കെ.എം. എബ്രഹാം 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് വിധി. ശമ്പളത്തെക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മറുപടി പറയാൻ കെ.എം. എബ്രഹാമിനോട് ജസ്റ്റിസ് കെ ബാബു വാദത്തിനിടയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോളേജ് പ്രൊഫസർമാരായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും പെൻഷൻ കിട്ടുന്ന തുകയുടെ സഹായത്താലാണ് ലോൺ അടച്ച് തന്റെ ജീവിതം കഴിച്ചുകൂട്ടി മുന്നോട്ട് നീക്കുന്നത് എന്ന് കെ.എം. എബ്രഹാം കോടതിയിൽ പറയുകയും ചെയ്തു. എന്നാൽ അതേസമയം സ്വന്തം ആത്മാഭിമാനത്തിനും മന്ത്രിസഭയ്ക്കും കളങ്കമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്ന തീരുമാനത്തോടെയാണ് കെ.എം. എബ്രഹാം അടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തനിക്കെതിരെ സിബിഐ അന്വേഷണം ഉത്തരവായതിനെ തുടർന്ന് മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹം രാജി സന്നദ്ധത അറിയിക്കുമെന്നാണ് കെ.എം. എബ്രഹാമിനോട് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. കളങ്കിതനായി തുടർന്ന് മുഖ്യമന്ത്രിക്ക് കൂടി ഒരു ചീത്തപ്പേരുണ്ടാക്കാനായി തനിക്ക് താല്പര്യമില്ല എന്ന ശക്തമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കാൻ സാധ്യത. എന്നാൽ അതേസമയം തികച്ചും വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ നിരത്തി രണ്ടുപേർ നടത്തുന്ന പോരാട്ടത്തെ അതേ വീറും വാശിയോടും കൂടി എതിർക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പോർട്ട് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് അന്ന് നടത്തിയിരുന്ന അഴിമതികളെ പറ്റി കണ്ണൂരുകാരനായ സത്യൻ നരവൂർ അന്നത്തെ പ്രധാനകാര്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയതിനെ തുടർന്ന് ഉത്ഭവിച്ച പല കേസുകളിൽ ഒന്നാണിത്. കെ.എം. മാണി അന്ന് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന കെ.എം. എബ്രഹാമിന് തന്റെ കയ്യിൽ കിട്ടിയ പരാതി അയച്ചു കൊടുത്തു. ധനകാര്യ സെക്രട്ടറി സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷണം നടത്തിയതിൽ നിന്നും 10 ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചതനുസരിച്ച് വിജിലൻസിന് അന്വേഷണം വിട്ടു. അന്ന് വിജിലൻസ് ഡിവൈഎസ്പി ആയിരുന്ന ബി കൃഷ്ണകുമാർ ത്വരിത അന്വേഷണം നടത്തി അക്കമിട്ട് 10 എണ്ണവും അഴിമതിയാണ് എന്ന് വിജിലൻസ് ഡയറക്ടറിന് റിപ്പോർട്ട് നൽകി. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചെന്നിത്തലയുടെ സഹായത്തോടെ ജേക്കബ് തോമസ് ADGP വിജിലൻസ് ആയി നിയമിതനാണ്. കപട സത്യസന്ധതയുമായി കേരളം അടക്കി വാണിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പൊയ്മുഖം വലിച്ചു കീറിയതിൽ പ്രകോപിതനായി ജേക്കബ് തോമസ് കെ.എം. മാണിയുടെ പേരിലും കെ.എം. എബ്രഹാമിന്റെ പേരിലും സത്യൻ നരവൂരിന്റെ പേരിലും തന്റെ സിൽബന്ധികളെ കൊണ്ട് വ്യാജ പരാതികൾ ഉന്നയിപ്പിച്ച് തേരാപ്പാര നടത്തിയത് ചരിത്രം. അതിനിടയിലാണ് ഒന്നാം പിണറായി മന്ത്രിസഭ ജേക്കബ് തോമസിനെ അച്യുതാനന്ദന്റെ നിർബന്ധം മൂലം വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചത്. പരാതിക്കാരനായ ജോമോൻ പുത്തൻപുര PWD റെസ്റ്റ് ഹൌസിൽ സ്ഥിരമായ മുറികൾ എടുത്തിരുന്നത് ധനകാര്യ വകുപ്പിന്റെ അന്വേഷണ വിഭാഗം കണ്ടുപിടിക്കുകയും അതിന് ചില പരിമിതികൾ ഏർപ്പെടുത്തുകയും ചെയ്തു. അതിൽ പ്രകോപിതനായ ജോമോൻ പുത്തൻപുരയാണ് ജേക്കബ് തോമസുമായി ഒത്തുചേർന്ന് കെ.എം. എബ്രഹാമിനെതിരെ പരാതികളുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചിലർ ആക്ഷേപിക്കുന്നത്. ഏതായാലും കെ.എം. എബ്രഹാം പോരിന്റെ ഉറച്ചു കളത്തിലിറങ്ങാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. കെ.എം. എബ്രഹാം ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായി ജേക്കബ് തോമസിനെ ചിത്രീകരിച്ചതും അതിന്റെ അനന്തരഫലമായി അന്വേഷണം ഇപ്പോഴും നടക്കുന്നത്. കെ.എം. എബ്രഹാമിന്റെ കണ്ടെത്തലിന്റെ ഭാഗമായ ട്രഡ്ജർ അഴിമതി കേസിൽ അന്വേഷണം വിദേശത്തേക്ക് കൂടി വ്യാപിപ്പിച്ചതോടുകൂടി ജേക്കബ് തോമസ് സമ്മർദ്ദത്തിലായി. അതോടുകൂടി കെ.എം. എബ്രഹാമിനെ സമ്മർദ്ദത്തിലാക്കി തനിക്ക് അനുകൂലമായ മൊഴിയിൽ വെള്ളം ചേർത്ത് പറയിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഇതിന്റെ ചുരുക്കം.